നമ്മുടെ മെട്രോ നഗരങ്ങളിലെ വലിയ തലവേദനയാണ് മലിനജലം അല്ലെ. മലിനജലം ശുദ്ധീകരിക്കാൻ പ്ലാന്റുകൾ ഏറെ ഉണ്ടെങ്കിലും ഇതിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവസ്ഥ മഹാകഷ്ടമാണ്. അപകട സാധ്യത ഏറെയുള്ള മലിനീകരണ പ്ലാന്റുകൾ മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിപ്പിക്കാൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് ഒരു മലയാളി. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പത്തനംതിട്ട സ്വദേശി ജീവൻ കെ രാജാണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ക്യാമറ ഉണ്ട്. ഈ ലെവലിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം KV ശ്രീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീധരൻ, നമുക്കറിയാം ഈ മലിനീകരണ പ്ലാന്റുകളിലെ ജോലി എന്ന് പറയുമ്പോൾ അത്രയും റിസ്ക് ഫാക്ടറുള്ള, കുറച്ച് ബുദ്ധിമുട്ടുള്ള, ജീവൻ തന്നെ അപകടത്തിലാകാം, അത്തരത്തിലൊക്കെ ഉള്ള ജോലിയാണ് മലിനീകരണ പ്ലാന്റുകളിലെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലിനീകരണ പ്ലാന്റുകൾ മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് പിന്നിൽ ഒരു മലയാളി ഉണ്ട് എന്നതും നമുക്ക് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ മെട്രോ നഗരങ്ങളിൽ ബഹുനില കെട്ടിടങ്ങളുണ്ട്, അതുപോലെ ഷോപ്പിംഗ് മാളുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പ്രത്യേകിച്ച് ഈ മലിനജലം ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റുകൾ സാധാരണയായിട്ട് ആളുകൾ തന്നെയാണത് ഓപ്പറേറ്റ് ചെയ്യാറ്. ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ വിഷവാതകം ശ്വസിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരും, ചിലർക്ക് അപകടം വരും, ചിലർ ഈ ടാങ്കിൽ വീണിട്ടുള്ള അപകടം, അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. ഏതായാലും ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ പത്തനംതിട്ടയിലെ പന്തളം സ്വദേശിയായിട്ടുള്ള ജീവൻ കെ രാജ എന്ന് പറയുന്ന വ്യക്തി വികസിപ്പിച്ച ഒരു AI സാങ്കേതിക വിദ്യ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഈ പ്ലാന്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം നിയന്ത്രിക്കാനാകും. കൃത്യമായിട്ട് ആ വാൽവുകൾ തുറക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആ സമയം ഇതൊക്കെ കൃത്യമായി പറഞ്ഞ് കംപ്ലീറ്റ് ഓട്ടോമേഷനിലൂടെ ഈ പ്ലാന്റ് പ്രവർത്തിക്കാനുള്ള സാങ്കേതികവിദ്യയാണ് ഈ ജീവൻ കെ രാജ് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനം നമുക്ക് കൃത്യമായിട്ട് ലാപ്ടോപ്പിൽ അതായത് പൂർണ്ണമായിട്ടും സർവൈലൻസ് ക്യാമറ ഈ പ്ലാന്റിൽ സ്ഥാപിച്ചിരിക്കും. ആ ക്യാമറ വഴി ഇതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അപകടരഹിതമായിട്ട് ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ സാങ്കേതികവിദ്യ നോക്കിയിരിക്കുന്നത്. ഏതായാലും ഒരുപാട് ബഹുനില കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് ബംഗളൂരു നഗരത്തിലെ വിവിധ ബഹുനില കെട്ടിടങ്ങളിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ ജീവൻ കെ രാജൻ്റെ നേതൃത്വത്തിലുള്ള ജെനക്സ് യൂട്ടിലിറ്റി എൻവൈറോബോട്ടിക്സ് എന്ന ജെനക്സ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ വളരെ മികച്ച രീതിയിൽ ഉള്ളൊരു പ്രവർത്തനം, ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന പ്രവർത്തനം, പുതിയ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ബംഗളൂരു നഗരത്തിലെ തന്നെ ബ്രിഗേഡ് എന്ന് പറയുന്ന ബ്രിഗേഡ് ഗ്രൂപ്പിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റ് ഉണ്ട് രാജാജി നഗർ ഭാഗത്തുള്ളത്. ആ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു വലിയ ബഹുനില കെട്ടിട സമുച്ചയത്തിൽ ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അവിടുത്തെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഇത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇങ്ങനെ ഈ ഒരു സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് സാങ്കേതിക വിദ്യയെ കൃത്യമായിട്ട് നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ജീവൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനി ഇപ്പോൾ ചെയ്തു വരുന്നത്. ശരി ശ്രീധരൻ, എന്തായാലും ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ജീവൻ കെ രാജനും അദ്ദേഹത്തിന്റെ ടീമിനും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ജീവൻ കെ രാജ പത്തനംതിട്ട സ്വദേശിയാണ്, ഒരു മലയാളിയാണ് ഇത്തരത്തിലൊരു കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ശരി ശ്രീധരൻ.